എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് CSAT 2024 നമ്പർ സിസ്റ്റത്തിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളെ കുറിച്ചാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ കുറിച്ചാണ്. അത് രണ്ട് പാർട്ടുകൾ നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. അതിൽ മൂന്നാമത്തെ പാർട്ടാണ് 2024 അവശേഷിക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യുവാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ് മക്കളെ. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ലെങ്തി ചോദ്യം കാണുമ്പോൾ തന്നെ പല കുട്ടികളും വായിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകാറുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാറുണ്ട്. നിർബന്ധമായും ഇനിയെങ്കിലും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ ടു സ്റ്റേറ്റ്മെന്റ്സ് 1 and 2. ദർ ഇസ് എ ക്വസ്റ്റ്യൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോളോഡ് ബൈ ടു സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് പറയുന്നത്. കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഇൻ സ്റ്റേറ്റ്മെന്റ്സ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ യുണീക് വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ അതാണ് കണ്ടുപിടിക്കേണ്ട കേട്ടോ. എക്സ് ആൻഡ് വൈയുടെ യൂണീക് വാല്യൂ കണ്ടുപിടിക്കേണ്ട. എക്സ് ആൻഡ് വൈ ആർ ഡിസ്റ്റിങ്ക്റ്റ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ UPSCയുടെ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നാച്ചുറൽ നമ്പറുകൾ. സോ ഡിസ്റ്റിങ്ക്റ്റ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോഴേ എപ്പോഴും ഞാൻ പറയുന്നതാണ് മക്കളെ, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട്സ് ഫ്രം 1 2 3 ഇങ്ങനെ 1 മുതൽ തുടങ്ങി പോകുന്ന പോസിറ്റീവ് ഇൻറ്റീജറുകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പറുകൾ എന്ന് പറയാം. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് നാച്ചുറൽ നമ്പറുകളാണ്, വ്യത്യസ്തമായ നാച്ചുറൽ നമ്പറുകളാണ്. ഇത്രയും കാര്യങ്ങളാണ് അവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എക്സ് ബൈ വൈ. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എങ്ങനെയാ? സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും എന്നാണ്. വേറെ ഒന്നും പറയുന്നില്ല. എക്സ് ബൈ വൈ ഓഡാണ്. എക്സും വൈയും ഏതൊക്കെ ആകാം? എക്സിൻ്റെ വില 1 to ഏത് വേണോ ആവാം, വൈൻ്റെ വിലയും 1 മുതൽ ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എക്സ് 1 എടുത്താൽ വൈ 1 ആവത്തില്ല, വൈ 2 ആവാം, 3 ആവാം, 4 ആവാം, ഏത് വേണമെങ്കിലും ആവാം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വേറൊരു കണ്ടീഷനും അതിനകത്ത് പറയുന്നില്ല. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് എക്സും വൈനെയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? യൂണീക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കാം നമുക്ക്. എക്സ് ബൈ വൈ ഓഡ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ എക്സിന് ഞാൻ ഒരു 6 എടുക്കുന്നു, എക്സിന് ഞാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. എത്ര കിട്ടും? 3 കിട്ടും. യെസ്, ഓടാണ്. ഇനി ഓട് വരുന്ന വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ മക്കളെ? നമുക്ക് നോക്കാം. 3 ഡിവൈഡഡ് ബൈ 1 എന്താ കിട്ടുക? ഓടല്ലേ കിട്ടുകടാ, എനിക്ക് 3 അല്ലേ കിട്ടുക. ഇതുപോലെ എനിക്ക് ഇഷ്ടം മാതിരി ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റൂലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. 15 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്ക്. എത്ര കിട്ടും നിങ്ങൾക്ക് എത്ര കിട്ടാം? 5. അത് ഓടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് എക്സും വൈയും ഡിഫറെൻ്റ് എക്സും വൈയും കിട്ടും. നമുക്ക് യുണീക്ക് ആയിട്ടുള്ള എക്സ് വൈ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? എക്സ് ഇൻറ്റു വൈ 12 ആയിരിക്കണം. എക്സ് ഇൻറ്റു വൈ 12 ആണ്. അപ്പോൾ അവിടെ ഒരു ക്ലോസ്ഡ് കണ്ടീഷനാണ്. ഈ കണ്ടീഷനുകളെ നമുക്ക് ഓപ്പൺ കണ്ടീഷനുകളെന്നും ക്ലോസ്ഡ് കണ്ടീഷനുകളെന്നും പറയാം. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ളതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ലിമിറ്റഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് റിസൾട്ടിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ക്ലോസ്ഡ് കണ്ടീഷൻ എന്ന് പറയാം. അല്ലാതെ നമുക്ക് ഓപ്പൺ കണ്ടീഷൻ എന്നാണ് പറയാം. ഓക്കെ, ഈ എക്സ് ബൈ വൈസ് ഓഡ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ല, പക്ഷേ എന്നാൽ നമുക്കൊരു സർട്ടൈൻ ആയിട്ടുള്ള വാല്യൂ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്കൊരു ക്ലോസ്ഡ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു യുണീക്ക് വാല്യൂ എടുക്കാനായിട്ട് പറ്റുക. നമുക്ക് അടുത്തത് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 2 എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഇൻറ്റു വൈ എന്തായിരിക്കണം? 12 ആയിരിക്കണം. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 12 കിട്ടണം. അങ്ങനെ 12 കിട്ടാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എക്സ് ഇൻറ്റു വൈ 12 കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 12 കിട്ടും. വേറെ ഏതെങ്കിലും 12 കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? നിങ്ങൾക്കറിയാം 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 12 കിട്ടും. 1 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 12 കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഈ എക്സ് ബൈ വൈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് കിട്ടണം? ഒരു ഓഡ് നമ്പർ കിട്ടുകയും വേണം. അപ്പോൾ 6 ഇൻറ്റു എടുത്താൽ 6/2 ഏത് കിട്ടും? ഓഡ് കിട്ടും. ശരിയാണ്. പക്ഷേ 4/3 എടുത്താൽ എന്ത് കിട്ടും മക്കളെ? ഓടല്ല, നമുക്കൊരു ഫ്രാക്ഷനാണ് കിട്ടുക. നിങ്ങൾക്ക് 1/12 എടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഫ്രാക്ഷനാണ് കിട്ടുക. അല്ലെങ്കിൽ 12/y ഏതാണെങ്കിൽ എക്സ്. ഇപ്പോൾ ഞാൻ എക്സ് 1 എടുക്കുവാണ്, നിങ്ങൾക്ക് 12 വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഓഡ് കിട്ടത്തില്ല. അപ്പോൾ എക്സ് ഇൻറ്റു വൈ 12 കിട്ടുന്നതും എക്സ് ബൈ വൈ ഓഡ് കിട്ടുന്നതും ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ യുണീക്ക് വാല്യൂ എക്സിൻ്റെ വാല്യൂ 6 എന്നും
വൈൻ്റെ വാല്യൂ 2 എന്നും ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയും ഒരുമിച്ച് പരിഗണിച്ചാൽ മാത്രമേ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഓപ്ഷൻ ഈസ് സി. The question can be answered by using both the statement together but cannot be answered using either statement alone. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുമിച്ച് ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും, എന്നാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ഓക്കെ അല്ലേ? സോ വായിച്ചു നോക്കുക, ചെയ്തു നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഈസിയാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ആൻസർ ഈസിയാണ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ പറയുന്നത്. എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 statements. 1 and 2. The same ആണ്. Consider the question in the statements. There are 3 distinct prime numbers whose sum is a prime number. അവർ ഇത്രയും മാത്രമേ കണ്ടീഷൻ പറയുന്നുള്ളൂ. ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പറുകളാണ് തന്നിരിക്കുന്നത്. അവരുടെ സം എന്തായിരിക്കണം മക്കളെ? പ്രൈം നമ്പർ ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങനത്തെ നമ്പറുകൾ എടുക്കാൻ പറ്റും, പ്രൈം നമ്പറുകൾ എടുക്കാൻ പറ്റും. അവരുടെ സമ്മ് എന്തായിരിക്കണമെന്നാണ് പറയുന്നത്? 3 ആണ് കേട്ടോ. 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പർ. ആ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പറുകളെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഒരു പ്രൈം നമ്പർ തന്നെ കിട്ടണം. ഇനി വാട്ട് ആർ ദോസ് 3 നമ്പേഴ്സ്? ഏതൊക്കെയാണ് ആ 3 പ്രൈം നമ്പറുകൾ എന്നാണ് ചോദ്യം. നമുക്ക് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പരിഗണിച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. മക്കളെ നോക്കി നോക്കും. Their sum is less than 23. Their sum is less than 23. അതായത് 3 പ്രൈം നമ്പറുകളെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടണം? എന്താ കിട്ടേണ്ടത്? 23-ൽ ചെറുതായിരിക്കണം കിട്ടേണ്ടത്. Their sum is less than 23. അപ്പോൾ നമുക്ക് നോക്കാം. 23 വരെയുള്ള പ്രൈം നമ്പറുകൾ നമുക്കൊന്ന് എഴുതി വെക്കാം. ലെസ് ദാൻ 3 ഉള്ളത് മതി, 23 മതി. നമുക്ക് ജസ്റ്റ് എഴുതാം. ഏതൊക്കെയാണ് മക്കളെ പ്രൈം നമ്പറുകൾ വരണേ? 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്, 13 വരുന്നുണ്ട്, പിന്നെ ഏത് വരുന്നുണ്ട്? 17 വരുന്നുണ്ട്, 19 വരുന്നുണ്ട്. ദെൻ 23 ഒരു പ്രൈം നമ്പറാണ്. പക്ഷേ നമുക്ക് ലെസ് ദാൻ 23 സം ലെസ് ദാൻ 23 വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ മതി. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കുക, നമ്മളൊരു പ്രൈം നമ്പർ 23 ആണെങ്കിൽ പിന്നെ ഒരിക്കലും അവരുടെ സം 23 വരത്തില്ലല്ലോ. അപ്പോൾ 23 ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഓക്കെ. സോ നമുക്ക് 23ക്ക് താഴെയുള്ള പ്രൈം നമ്പറുകൾ ഇതൊക്കെയാണ്. 2, 3, 5, 7, 11, 13, 17 ആൻഡ് 19. ഇത്രയാണുള്ളത്. സോ ഇനി ഇവരുടെ സം എന്തായിരിക്കണം മക്കളെ? എത്ര? 23ക്ക് താഴെ വരുന്ന ഏതൊക്കെ സെറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് നോക്കി നോക്ക്. പറയാവോടാ? നിങ്ങൾക്കിപ്പോൾ 2, 3, 5 എടുത്താൽ ഇതൊരു അഡിഷൻ ചെയ്ത് നോക്കണം. 23-ൽ താഴെ കിട്ടാൻ പറ്റുന്ന സാധ്യതകളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ. നമുക്കിപ്പോൾ നോക്കി നോക്കടാ. ഇതിൽ നിന്ന് 3 എടുക്കാം. നിങ്ങൾ 5 എടുത്ത് നോക്കുക. 3 + 5 + 11 നിങ്ങൾക്ക് എത്ര കിട്ടുക? 19 കിട്ടുക. ശരിയല്ലേ? 3 + 5 + 11 ഈസ് ഈക്വൽ ടു 90. ദെൻ വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക്? 19, അതായത് നമുക്ക് ഏതിന് താഴെ തരാൻ സാധ്യതയുള്ള, ലെസ് ദാൻ 23 തരാൻ സാധ്യതയുള്ള വേറെ ഏതെങ്കിലും നമ്പറുകളുണ്ടോ? ഉണ്ടോ? നോക്കി നോക്കുക. ഇതിനകത്ത് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ പറ്റും. അത് വേറെ ഓപ്ഷനില്ല മക്കളെ. നമുക്ക് ചെയ്ത് നോക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ. സോ നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരെണ്ണവും കാണാൻ പറ്റത്തില്ല. അതായത് 3 നമ്പറുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 23യേക്കാൾ ചെറിയ വേറൊരു കോമ്പിനേഷൻ കിട്ടത്തില്ല. ഓക്കെ. നിങ്ങൾ വേറെ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതയില്ല, കിട്ടത്തില്ല. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എത്താൻ പറ്റും? ആൻസറിൽ എത്താനായിട്ട് പറ്റും. ഓക്കെ. പക്ഷേ അവർ നമ്മുടെ ഓപ്ഷനിലേക്ക് ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റയ്ക്കൊറ്റ ഉപയോഗിച്ച് കിട്ടുമെന്ന് അറിയാമല്ലോ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കിട്ടുമെന്നറിയാം. ദെൻ അവർ പറയുന്നത് 1 ഓഫ് ദ നമ്പർ ഈസ് 5. ഒരു നമ്പർ എന്തായിരിക്കണം? 5 ആയിരിക്കണം എന്നാണ് അവർ പറയുന്ന ഒരു കണ്ടീഷൻ. വേറെ കണ്ടീഷനൊന്നും പറയുന്നില്ല. ഈ ലെസ് ദാൻ 23 എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു നമ്പർ 5 ആയിരിക്കണം എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കുമ്പോളെ. ഇപ്പോൾ 3 + 5 + 11 നിങ്ങൾക്ക് എന്ത് കിട്ടും? 19 കിട്ടും. അതുപോലെ നിങ്ങൾ 5 + 7 + 11 നിങ്ങൾക്കെടുത്താൽ എത്ര കിട്ടും? 23 കിട്ടും. 23യും ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ ഇതും ഒരു ജോഡിയാണ്. ശരിയല്ലേ? അപ്പോൾ 5 ഉള്ളത് കൊണ്ട് മാത്രം
എപ്പോഴും എന്താകണമെന്നില്ല. ആ 3 പേരുടെയും പേരുകൾ സം ചെയ്യുമ്പോൾ 3 പേരുടെയും വാല്യൂസ് ആഡ് ചെയ്തെടുക്കുമ്പോൾ പ്രൈം നമ്പർ കിട്ടണമെന്ന് എന്തില്ല, നിർബന്ധം ഇല്ല. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ആൻസറിൽ എത്താനായിട്ട് കഴിയത്തില്ല. ഓക്കെ, യുണീക്ക് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസേർഡ് ബൈ യൂസിങ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് അലോൺ ബട്ട് കനോട്ട് ബി ആൻസേർഡ് യൂസിങ് ദ അതർ സ്റ്റേറ്റ്മെൻറ്റ് അലോൺ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷേ മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ അല്ലേ? സോ ചെയ്തു നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഇത് നമ്മൾ ആൾറെഡി കുറേ ചെയ്ത് നോക്കുമ്പോഴേ പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ലാണ്, ആഡ് ചെയ്യാൻ നോക്കുന്നതാണ്, സ്പീഡിൽ ചെയ്യണമെന്നുള്ളതാണ്. ഇതിൻ്റെ അപ്രോച്ച് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക. ആദ്യം നമുക്കറിയാലോ ഈ നമ്പറുകൾ ആഡ് ചെയ്യും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പരിഗണിക്കുക, നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാട്ടോ, എങ്കിലും ഞാൻ പറയണം അപ്രോച്ച്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ലെസ് ദാൻ 23 ഉള്ളത് ഉണ്ടോ നോക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം 19 റൗണ്ട് ചെയ്യുക. 19 എന്ന് പറയുന്നത് 23യേക്കാൾ ചെറിയ ഒരു പ്രൈം നമ്പർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കണം എന്തായാലും 17ൻ്റെ കൂടെ 19 കിട്ടണമെങ്കിൽ നമുക്ക് 2 പ്രൈം നമ്പർ കൂടി ആഡ് ചെയ്യണം. ഒരിക്കലും എന്തെടുക്കാൻ പറ്റത്തില്ലടാ, 17ൻ്റെ കൂടെ നിങ്ങൾക്ക് 2 ആഡ് ചെയ്താൽ തന്നെ 19 ആവും. 2വിനേക്കാൾ ചെറുതില്ല. അപ്പോൾ ഒരിക്കലും 17 കോമ്പിനേഷൻ വരത്തില്ല 19 റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 13 കിട്ടുമോ നോക്കണം. 13 കിട്ടണമെങ്കിൽ 13ൻ്റെ കൂടെ എത്ര കൂട്ടണം മക്കളെ, 6 കൂട്ടിയാലാണ് 19 നമുക്ക് കിട്ടുക. അപ്പം 6 കൂട്ടണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും 2 നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുമോ നോക്കണം. ഇല്ല, 2, 3, 5 കിട്ടത്തുള്ളൂ. 3ഉം 5ഉം കിട്ടത്തില്ല. അപ്പോൾ 13ഉം വരത്തില്ല. 19 ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പിനേഷനിൽ പറ്റത്തില്ല. നമ്മൾ ട്രൈ ചെയ്യണം ഉണ്ടാവണം. നമുക്ക് 11 നോക്കാം. 11 എടുക്കണമെങ്കിൽ 3 നമ്പറുകളിൽ ഒരെണ്ണം 11 ആയിട്ട് വരണമെങ്കിൽ ബാക്കി നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം മക്കളെ, 8 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാമല്ലോ, 3ഉം 5ഉം. അപ്പോഴാണ് 3ഉം 5ഉം 11ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 19 കിട്ടും. സോ അങ്ങനെ നിങ്ങൾക്ക് ഓരോ കോമ്പിനേഷനുകളായിട്ട് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ 19 ഞാൻ നോക്കി, 17 നോക്കി, നിങ്ങൾ നോക്കുക, വേറൊന്നും കിട്ടത്തില്ല. സോ നമ്മുടെ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പറയുന്നത്, ഇത് ചെയ്യാനായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ക്വസ്റ്റ്യൻ ഇതാണ്, എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെന്റ്സ് 1 and 2. കൺസിഡർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് എക്സ് പ്ലസ് വൈ ആൻഡ് ഇൻറ്റീജർ. എക്സ് പ്ലസ് വൈ ഒരു ഇൻറ്റീജർ ആണോ അല്ലയോ എന്നാണ് ചോദ്യം. താഴത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് 2x പ്ലസ് വൈ ഒരു ഇൻറ്റീജർ ആണ്. ഓക്കെ, എങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റീജർ ആകുമോ അല്ലയോ എന്നാണ് ചോദ്യം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഇൻറ്റീജർ ആണോ അല്ലയോ എന്നാണ് കേട്ടോ ചോദ്യം. എക്സും വൈയും ഇൻറ്റീജർ ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എക്സിനും വൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. നോക്ക്, ഞാനിപ്പോൾ എക്സിനും വൈനും ഒക്കെ രണ്ടിനും ഏതെങ്കിലും ഇൻറ്റീജർ വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ഇൻറ്റീജർ എടുക്കാം, ഫ്രാക്ഷൻ എടുക്കാം. പോസിബിലിറ്റി അങ്ങനെയല്ലേ, എക്സിനും വൈക്ക് എനിക്ക് ഇൻറ്റീജർ എടുക്കാം, അല്ലെങ്കിൽ എന്തെടുക്കാം, ഫ്രാക്ഷൻ എടുക്കാം. എനിക്ക് വേണമെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അവർ എക്സും വൈക്ക് എന്ത് വേണമെന്നൊന്നും പറയുന്നില്ല. എക്സ് പ്ലസ് വൈ ഇൻറ്റീജർ ആകണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ പോസിബിലിറ്റി ഉണ്ടല്ലോ, ഏത് വേണം എനിക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഈ എക്സിനും വൈക്കും ഞാൻ ഇൻറ്റീജർ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് 2x പ്ലസ് വൈയും ഇൻറ്റീജറെ കിട്ടുള്ളൂ. കാരണം ഇൻറ്റീജറുകളെ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഇൻറ്റീജറെ കിട്ടും. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടാം, ഫ്രാക്ഷണൽ വാല്യൂ, ഇൻറ്റീജർ അല്ലാതെ കിട്ടാം. അല്ലാതെ ഈ പറയുന്ന അഡിഷനോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്തേ കിട്ടുള്ളൂ, ഇൻറ്റീജറെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഡൗട്ടില്ല. അപ്പോൾ എക്സും വൈ ഇൻറ്റീജർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2x പ്ലസ് വൈയും ഇൻറ്റീജർ കിട്ടും, എക്സ് പ്ലസ് വൈയും ഇൻറ്റീജർ കിട്ടും. പക്ഷേ എക്സും വൈക്ക് നമുക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ എടുക്കാമല്ലോ മക്കളെ. ഫ്രാക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 2x പ്ലസ് വൈ എന്തേ കിട്ടാവൂ, ഇൻറ്റീജർ കിട്ടാവൂ. നമുക്കൊരു കാര്യം നോക്കി, ഇപ്പോൾ എക്സിന് ഞാൻ ഹാഫ് എന്ന ഫ്രാക്ഷൻ എടുക്കുവാണെങ്കിൽ വൈനെ ഞാൻ 1 എന്ന് എടുക്കുവാണ് എങ്കിൽ എന്താ കിട്ടുക, 2 ഇൻറ്റു ഹാഫ്. 2x പ്ലസ് വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. 2x പ്ലസ് വൈ, 2x പ്ലസ് വൈ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഹാഫ് പ്ലസ് വൈ, വൈയുടെ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും മക്കളെ, 2 ഇൻറ്റു ഹാഫ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 നിങ്ങൾക്ക് എന്താ കിട്ടുക, 2. അതായത് 2x പ്ലസ് വൈ ഇൻറ്റീജർ ആണ്. ശരിയല്ലേ? 2x പ്ലസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കുകയാണ്, എക്സ് പ്ലസ് വൈ ഒന്ന് ചെയ്ത് നോക്കിയേ. എക്സ് പ്ലസ് വൈ എന്താ കിട്ടുക, എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഹാഫും ഇത് 1ഉം കിട്ടും. അപ്പോൾ എന്താ കിട്ടുക, 1.5 കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ല, ഇൻറ്റീജർ കിട്ടിയില്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റീജർ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് വേറെ ഏതെങ്കിലും പോസിബിലിറ്റി നമുക്ക് ഉണ്ടോ നോക്കാം. ഇതിപ്പോൾ ഇൻറ്റീജർ കിട്ടുന്നില്ല. ഇൻറ്റീജർ കിട്ടുന്ന പോസിബിലിറ്റി ആൾറെഡി ഞാൻ പറഞ്ഞു. ഈ എക്സിനും വൈക്കും ഫ്രാക്ഷൻ എടുക്കാതെ നിങ്ങൾ ഇൻറ്റീജർ എടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് കിട്ടും, നിങ്ങൾക്ക്
ഇൻറ്റീജർ കിട്ടും. അപ്പോൾ 2x + y എന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്കത് ഇൻറ്റീജർ ആണെന്നോ നോൺ ഇൻറ്റീജർ ആണെന്നോ പറയാൻ പറ്റത്തില്ല. ഇൻറ്റീജറും വരാം, നോൺ ഇൻറ്റീജറും വരാം. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂല. ഇനി എസ് ഒന്നും പറയാൻ പറ്റത്തില്ല, നോ എന്നും പറയാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത്തെ കേസ് പറയാം. രണ്ടാമത്തെ കേസ് സിമിലർ വേയില്ലേ മക്കളെ? അവിടെ x + 2y ഇൻറ്റീജർ ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ഞാൻ ഇതേ കേസിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ എക്സിന് എടുത്തതുപോലെ ഞാൻ എക്സിന് എത്രയെന്ന് എടുക്കാം? 1 എടുക്കുന്നു, വൈനെ ഞാൻ ഹാഫ് എന്ന് എടുക്കുന്നു. എങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്ത അതേ റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് റിസൾട്ട് എന്ത് കിട്ടുക? ഇതിൻ്റെ റിസൾട്ട് ഇൻറ്റീജർ തന്നെ കിട്ടും. പക്ഷേ x + y എന്ത് കിട്ടത്തില്ല? ഇൻറ്റീജർ കിട്ടത്തില്ല. അതേസമയം ഈ എക്സും വൈയും ഞാൻ ഇൻറ്റീജർ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും x + 2y ഇൻറ്റീജർ കിട്ടും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും x + y ഇൻറ്റീജർ കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ഒരുമിച്ചെടുത്താലും രണ്ട് ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് പരിഗണിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ആൻസർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റാം, ദ ക്വസ്റ്റ്യൻ കനോട്ട് ബി ആൻസേർഡ് ഈവൻ ബൈ യൂസിങ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ടുഗദർ. ഈ സ്റ്റേറ്റ്മെന്റുകൾ രണ്ട് ഒരുമിച്ച് പരിഗണിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ലടാ? നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ സം കോഡ് ലെറ്റേഴ്സ് P, Q, R, S, T represent 4, 5, 10, 12 and 15. It is not known which letter represent which number. ഇതിൽ ഏതൊക്കെ നമ്പറാണ് ഏതൊക്കെ ലെറ്ററിനെ സൂചിപ്പിക്കുന്നതൊന്നും പറയുന്നില്ല. അവർ ഒരു 4-5 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, 5 നമ്പറുകളും തന്നിട്ടുണ്ട്. അവരാരേക്കും ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ജോലി. അവർ കുറച്ച് ഹിൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. Q - S എന്ന് പറയുന്നത് 2s ആയിരിക്കും. ഓക്കെ, ഹിൻറ്റ് ഇങ്ങനെയാണ്. Q - S എന്ന് പറയുന്നത് 2s ആണ്. അതുപോലെ T = R + S + 3 എന്നും ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P + R - T എത്രയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഏതാണ്? Q - S = 2s. അതിൽ നമുക്ക് പറഞ്ഞൂടെ മക്കളെ? Q = 2s + S, അതായത് എത്രയാണ്? 3s. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ? Q എന്ന് പറയുന്നത് 3s ആണ്, അതായത് ഒരു 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. Q എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ആ 3ൽ ഈ പറയുന്ന നമ്പറുകളിൽ ആരെങ്കിലും ഒരാൾ വേണം. എസ്സിൻ്റെ 3 ടൈംസ് ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന Qൻ്റെ വാല്യൂകളിൽ ഇതിൽ ഏതൊക്കെ ഉണ്ടോ മക്കളെ? 4, 5, 10, 12, 15 എന്ന് പറയുമ്പോൾ Qൻ്റെ വാല്യൂ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാണ് മക്കളെ ഉള്ളത്? ഇവിടെ 12 ഉണ്ട്, 15 ഉണ്ട്. ശരിയല്ലേ? ഇനി ഈ 12ഉം 15 എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതോ ഒരു നമ്പറിൻ്റെ 3 ടൈംസ് ആണ്. എസ്സിൻ്റെ 3 ടൈംസ് ആയിരിക്കണം. അപ്പോൾ നോക്കി നോക്കൂ നിങ്ങളെ, ഇവിടെ 5ൻ്റെ 3 ടൈംസ് വേണമെങ്കിലും 15 വരാം, 4ൻ്റെ 3 ടൈംസ് വേണമെങ്കിലും 12 വരാം. അപ്പോൾ Qന് 2 പോസിബിലിറ്റി ആണുള്ളത്. ഏതൊക്കെയാണ് മക്കളെ? 12ഉം 15ഉം. അങ്ങനെയാണെങ്കിൽ Q 12 ആണെങ്കിൽ എസ്സിൻ്റെ വാല്യൂ എന്ത് വരാം? Q 12 എടുത്താൽ എസ്സിൻ്റെ വില 4 ആയിരിക്കണം. Q 15 ആണെങ്കിൽ എസ്സിൻ്റെ വില എന്തായിരിക്കണം? 5 ആയിരിക്കണം. ഈ 2 പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ നമുക്ക് Q ആയി, S ആയി. ശരിയല്ലേ? QSനും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് എക്സാക്ട് ആൻസർ കറക്റ്റായിട്ട് യൂണീക്കായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ 2 പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. മനസ്സിലായില്ലേ? ദെൻ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത് പറയുന്നത് T + R + S + 3 എന്നാണ്. അത് T എന്ന് പറയുന്നത് ആറിൻ്റെയും എസ്സിൻ്റെയും 3ൻ്റെയും സമ്മായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് ഒന്ന് പരിഗണിച്ച് നോക്കാം. നോക്കടാ, ഇപ്പോൾ എന്തായാലും Tയുടെ വില 3യേക്കാൾ വലുതായിരിക്കും. ഓക്കെ, 3യേക്കാൾ വലുതായിരിക്കും. അതുപോലെ 3യേക്കാൾ വലുത് 4 ഉണ്ട്. 4 പിന്നെ 6 എസ്സും ആഡ് ചെയ്യണമല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ആദ്യത്തെ കേസ് ഇതിന് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യത്തെ കേസ് നോക്കാടാ. നിങ്ങൾക്ക് എസ്സിൻ്റെ വാല്യൂ എത്ര കൊടുക്കുവാണ് നിങ്ങൾ? എസ്സിൻ്റെ വില നിങ്ങൾ 4 കൊടുക്കുക. എസ്സിൻ്റെ വില 4 കൊടുത്താൽ ഇഫ് എസ് എന്താണെങ്കിൽ 4 ആണെങ്കിൽ എങ്ങനെയാണ് വരിക? T = R + 4 + 3. ഓക്കെ, ദാറ്റ് ഈസ് R + 7. അപ്പോൾ 7നേക്കാൾ വലിയ വാല്യൂസ്. ടീൻ്റെ വില 7നേക്കാൾ വലിയ വാല്യൂ. ടീൻ്റെ വില 7നേക്കാൾ വലിയ വാല്യൂ ആണെങ്കിൽ ഏതൊക്കെയുണ്ട്? 7നേക്കാൾ വലിയത് 10 ഉണ്ട്, പിന്നെ ഏതുമുണ്ട്?
15 ഉണ്ട്. 12 എടുക്കാൻ പറ്റില്ല, കാര്യം Q 12 ആണെങ്കിൽ എസ് 4 ആവത്തുള്ളൂ. അപ്പോൾ ടീൻ്റെ വില R+7 വരുവാണെങ്കിൽ ടീൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെ വരാം? ഏതൊക്കെ വരാം? R+7 വരുവാണെങ്കിൽ ടീൻ്റെ വില 10 or 10 അല്ലെങ്കിൽ ഏത് വരാം? 15 വരാം. ഓക്കെ, ഒരു ഓപ്ഷൻ നമുക്കിപ്പോഴും കറക്റ്റായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിയല്ലേ? നോക്കി നോക്കുക. ഇനി അടുത്ത കേസിൽ T+R+S+3, എസിൻ്റെ വില ഞാൻ എന്ത് ചെയ്യാം? 5 കൊടുത്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുകടാ? T = R+5+3. 5+3 എന്ന് പറയുമ്പോൾ എത്രയാണ്? T = R+8. 8നേക്കാൾ വലിയ ഓപ്ഷൻസ്. ടീൻ്റെ വില അങ്ങനെയാണെങ്കിൽ 8നേക്കാൾ വലുത് ഏതൊക്കെ ഉണ്ട് മക്കളെ? 8നേക്കാൾ വലുത് ടീൻ്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 10 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്. അവിടെയും നമുക്ക് ഏതെടുക്കാൻ പറ്റത്തില്ലടാ? 15 എടുക്കാൻ പറ്റില്ല. കാരണം Q 15 ആണെങ്കിലേ എസ് എന്താവുള്ളൂ? 5 ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ 2 ഓപ്ഷൻസ് ഉണ്ട്. ടീൻ്റെ വില ഏതൊക്കെ എടുക്കാം? നമുക്ക് 10 അല്ലെങ്കിൽ 12. അപ്പോൾ 12 or 10 ആയിരിക്കും എന്തുവാ? R+8 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ കേസിൽ ആറിൻ്റെ വില ഏതൊക്കെ വരാം? ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഈ ഫസ്റ്റ് കേസ് പരിഗണിച്ച് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ വില നിങ്ങൾക്ക് എത്രയായി? 12 ആയി. എസിൻ്റെ വില എത്രയായി? 4 ആയി. ടീൻ്റെ വില 15 20 ആകാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? നിങ്ങളിനി നോക്കി നോക്കുക, ആറിൻ്റെ വില ഏതൊക്കെ വരാം? ഇവിടെ 15 കിട്ടണമെങ്കിൽ ആറിൻ്റെ വില എത്ര വരണം? 8 വരണം. ശരിയല്ലേ? ഈ റിസൾട്ട്, ആദ്യത്തെ റിസൾട്ടിൽ ഇവിടെ 15 വരണമെങ്കിൽ ആറിൻ്റെ വില എന്ത് വന്നാലേ പറ്റൂ? 8 വന്നാലേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ എന്തില്ല? ആറിൻ്റെ വില 8 ഇല്ല. ഈ പറയുന്നതിലൊന്നും 8 ഇല്ല. 4, 5, 10, 12 ഉള്ളൂ. അപ്പോൾ ഒരിക്കലും ഏത് വരില്ല? 12 വരത്തില്ല. ഓക്കെ, ഇനി R+7 എന്ത് കിട്ടണം? 10 കിട്ടണം. 10 കിട്ടണമെങ്കിൽ ആറിൻ്റെ വില എന്താവണം? 3 ആവണം. നമുക്കുള്ള നമ്പറുകളിൽ 3യും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയല്ല വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരുടെ വിലടാ? ക്യൂവിൻ്റെ വില 15 ആണ്. എസിൻ്റെ വില എത്രയാണ്? 5 ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇവിടുത്തെ 2 കേസസ് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. ആറിൻ്റെ വില. ഓക്കെ, ഇവിടെ ആറിൻ്റെ വില 12 കിട്ടണമെങ്കിൽ, ഈ R+8 12 കിട്ടണമെങ്കിൽ എത്രയാവണം? R എത്രയാകണം? 4 ആകണം. യെസ്, R 4 ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ശരിയല്ലേ? ഇനി ഈ R+8 10 കിട്ടണമെങ്കിൽ ആറിൻ്റെ വില 2 ആകണം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ശരിയല്ലേ? അപ്പോൾ ഒരിക്കലും 10 ആവത്തില്ല. അപ്പോൾ കറക്റ്റ് എങ്ങനെയാണ്? 12 = R+8. അങ്ങനെയാണെങ്കിൽ R = എത്രയാണ് മക്കളെ? 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ടീൻ്റെ വില എത്ര കിട്ടി? 12 ആണെന്ന് കിട്ടി. ആറിൻ്റെ വില എത്രയാണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അവശേഷിക്കുന്നത് ആര് മാത്രമാണ് മക്കളെ? P മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം നോക്കിയാൽ പോരെ. 15 പോയി, 5 പോയി, 12 പോയി, 4 പോയി. അപ്പോൾ ഇനി എന്തേ ഉള്ളൂ? 10 ഉള്ളൂ. അപ്പോൾ Pയുടെ വാല്യൂ 10 ആണ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാം. P + R-8 അല്ലേ കിട്ടാനുള്ളൂ. P എത്ര മക്കളെ? P 10 ആണ്. R എത്രയാണ്? R 4 ആണ്. T എത്രയാണ്? 12 ആണ്. സോ 14 - 12 ആൻസർ എത്രയാണെടാ? 2 ആണ്. ഓക്കെ, സോ ഇനി ഞാൻ ഈ ചെയ്യുന്ന അപ്രോച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തമായി ചെയ്തു നോക്കുക. ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ എത്ര കണ്ടാലും നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതാണ് അപ്രോച്ച് എന്ന് മനസ്സിലാക്കി ചെയ്തു നോക്കുക. എങ്ങനെയാണ് ഞാൻ പല ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്തതെന്നുള്ള രീതികൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ എക്സ്പ്രഷൻ 5 star, 4 star, 3 star, 2 star, 1 തന്നിട്ടുണ്ട്. ഒരു കാൽക്കുലേഷൻ. സ്റ്റാർ ഈസ് ചോസൺ ഫ്രം ദ വാല്യൂസ് പ്ലസ്സോ മൈനസോ മൾട്ടിപ്ലിക്കേഷനോ ഒക്കെ ആവാം. ഈച്ച് അറ്റ് മോസ്റ്റ് 2 times, പരമാവധി 2 തവണ ആവാവൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 time ഉപയോഗിക്കാം. അവർ അറ്റ്ലീസ്റ്റ് ഒരു തവണ ഉപയോഗിക്കണമെന്നും പറയുന്നില്ല. ഓക്കെ, മാക്സിമം 2 times ഉപയോഗിക്കാമെന്ന് മാത്രമേ പറയൂ. നമ്മൾ ഒരിക്കലും അവർ പറയാത്ത കാര്യം നമ്മൾ അസ്യൂം ചെയ്യുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു ടെൻഡൻസിയാണ് എല്ലാം കൊടുക്കണം എന്നുള്ളത്. അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഉപയോഗിക്കേണ്ട. സോ മാക്സിമം 2 times ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ ഓഫ് എക്സ്പ്രഷൻ? നെഗറ്റീവ് വരരുത്, നോൺ നെഗറ്റീവ് വാല്യൂ. സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താവാം? 0. നമുക്ക് 4 ഓപ്ഷനേ വന്നിട്ടുള്ളൂ. സോ നമുക്ക് 0യോ 1ഓ 2ഓ 3ഓ ഇതിലേതാണ് സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂസ് വലുതാവും. അതൊരു ഐഡിയ വേണം. ഓക്കെ,
മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂസ് വലുതാവാനുള്ള സാധ്യതയുണ്ട്. ഡിവിഷൻ ഇതിനകത്ത് പറയുന്നില്ല. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാല്യൂസ് എന്താവും? ചെറുതാവാനുള്ള സാധ്യതയുണ്ട്. ആഡ് ചെയ്യുമ്പോഴും വാല്യൂസ് വലുതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഏതൊക്കെ പോയിന്റിലാണ് കൊടുക്കേണ്ടതെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യമേ നമുക്കൊരു സബ്ട്രാക്ഷൻ, ഇതൊരു ഒരു വേ ഓഫ് അപ്രോച്ച് ആയിട്ടൊന്നും പറയാനില്ല, ബട്ട് നമ്മൾ ചെയ്തു നോക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. ഈ ഓപ്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ നോക്കുക. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും വഴിയിലൂടെ നമുക്ക് 0 കിട്ടാൻ ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ വെച്ച് ചെയ്യുക. നമുക്ക് ആദ്യം 0 കിട്ടാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ നോക്ക്, 5ൽ നിന്ന് ഞാൻ 4 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 1 കിട്ടും. എനിക്ക് സബ്ട്രാക്ഷൻ ഒരിക്കൽ കൂടി ചെയ്യാം. അപ്പോൾ പിന്നെ വേണമെങ്കിൽ എനിക്കൊരു 3 കൂടി കുറയ്ക്കാം. ശരിയല്ലേ? അപ്പോൾ 5 മൈനസ് 4 മൈനസ് 3 എനിക്ക് എത്ര കിട്ടും? -1 മൈനസ് ഇവിടെ 5 മൈനസ് 4 1 കിട്ടും. 1 മൈനസ് 3 എത്ര കിട്ടും മക്കളെ? -2 എന്നെനിക്ക് കിട്ടും. ശരിയല്ലേ? -2 ഉണ്ട്. പിന്നെ ഇവിടെ ആരുണ്ടടാ? 2 1 ഉണ്ട്. അപ്പം ഞാൻ ആ -2 ഒരു 2 ആഡ് ചെയ്താൽ 0 വരത്തില്ലേ? വരും. അപ്പോൾ 2 + 2 × 1 എന്നങ്ങ് കൊടുത്താൽ പോരെ? ക്ലിയർ അല്ലേ? അപ്പോൾ 5ൽ നിന്ന് 4 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും മക്കളെ? 1 കിട്ടും. 1ൽ നിന്ന് 3 കുറയ്ക്കുന്നു. പിന്നെ ചെയ്തെന്ന് നോക്കിയോ, 1 മൈനസ് 3 എത്ര കിട്ടും? -2 കിട്ടും. +2 × 1 എത്രയാണ് മക്കളെ? 2. അപ്പോൾ -2 + 2 എത്രയാ? 0. അപ്പോൾ 0 കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി പിന്നെ വേറെ നോക്കാനില്ല. സോ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ, 0. സോ ഇത് നമ്മുടെ ലോജിക്കാണ്, നമ്മൾ ചെയ്ത് തന്നെ നോക്കണം. ഇതിനകത്തൊരു വേ ഓഫ് അപ്രോച്ച് മീൻസ് ഞാൻ ഈ പറഞ്ഞതാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ വാല്യൂ കൂടാനാണ് സാധ്യത, ആഡ് ചെയ്താലും വാല്യൂ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ പരമാവധി ചെറിയ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഏറ്റവും ചെറിയ റിസൾട്ടല്ലേ നമുക്ക് കിട്ടണമെന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ചെറിയ നമ്പറുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഏറ്റവും വലിയ നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ ചെയ്യാനുള്ള റൂൾ. ക്ലിയർ അല്ലേ? നമുക്കിനെ വേറെ രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇതിനേക്കാളും ചെറുത് കിട്ടും കേട്ടോ. പക്ഷേ നമ്മുടെ ചോദ്യം എന്താണ്? സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് വാല്യൂ എന്നാണ് ചോദ്യം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നമുക്ക് വേറെ അപ്പുറത്ത് ചെയ്താൽ മൈനസ് വാല്യൂ ഒക്കെ കിട്ടും. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. On January 1st, 2023, a person saved Rs 1. On January 2nd, 2023, he saved Rs 2 more than that of the previous day. More than 2. Rs 2 more than that on the previous day. Okay. On January 3rd, 2023, he saved Rs 2 more than on the previous day. That means എല്ലാ ദിവസവും അദ്ദേഹം തൊട്ട് മുന്നത്തെ ദിവസത്തേക്കാൾ 2 രൂപ കൂടുതൽ വീതം എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി 1-ന് അദ്ദേഹം എത്ര രൂപ സേവ് ചെയ്തടാ? ജനുവരി 1-ന് 1 രൂപ. ജനുവരി 2-ന് എത്ര രൂപ? 3 രൂപ സേവ് ചെയ്തു. ജനുവരി 3-ന് എത്ര രൂപ സേവ് ചെയ്തു? 5 രൂപ സേവ് ചെയ്തു. ഇങ്ങനെ സേവ് ചെയ്ത് പോകുമ്പോൾ ഏത് ദിവസത്തിൻ്റെ എൻഡിലാണ്, at the end of which date was his total saving a perfect square and as well as a perfect cube ആയി മാറുന്നത്? ടോട്ടൽ സേവിങ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും എന്ന് പറയണം മക്കളെ. ഈ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബുമായിട്ട് വരുന്ന നമ്പറിൽ ഒരു 64 നമ്പറുണ്ട്. 64 എന്ന് പറയുന്നത് 8-ൻ്റെ ഒരു സ്ക്വയറാണ്, അതുപോലെ തന്നെ 4-ൻ്റെ ഒരു ക്യൂബുമാണ്. അത് മനസ്സിലാക്കുക. 64 എന്ന് പറയുന്നത് അതായത് ഒരു നമ്പറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറുമാണ്, ഒരു നമ്പറിൻ്റെ പെർഫെക്റ്റ് ക്യൂബുമാണ്. അപ്പോൾ 64 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവും. അടുത്ത് 729 ഇത് എന്ന് പറയുന്നത് 27-ൻ്റെ സ്ക്വയറാണ്, 9-ൻ്റെ ക്യൂബുമാണ്. മനസ്സിലാക്കുക. അതുപോലെ നമുക്കറിയേണ്ടത് 4096 ഇയാളെന്ന് പറയുന്നത് 64-ൻ്റെ സ്ക്വയറാണ്, 16-ൻ്റെ ക്യൂബാണ്. ഇത്രയും മതി. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും കേൾക്കുമ്പോൾ ഇത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? സോ നിങ്ങൾക്കറിയാം ഇത് വളരെ കുറച്ച് ദിവസമാണ്. നമ്മുടെ ഓപ്ഷൻ 9 ജനുവരി, 8 ജനുവരി, 7 ജനുവരി, നോട്ട് പോസിബിൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ഡേറ്റ് വെച്ചുള്ളത് നമ്മൾ നോക്കിയാൽ മതി. 9 വരെയുള്ള കാര്യം നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇവർ 2 രൂപ ചെയ്ത് ഒരു ദിവസം കൂട്ടി ഒരിക്കലും 729 രൂപയോ 4096 രൂപയെന്ന് സേവിങ് ആവാനുള്ള സാധ്യതയില്ല. ഒരു 64 രൂപയായിരിക്കും മാക്സിമം സേവിങ് ആയിട്ട് വരാനുള്ള സാധ്യത. നിങ്ങൾക്കിതിനെ പല രീതിയിൽ ചെയ്യാം. ഞാൻ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ വേണമെങ്കിൽ ജനുവരി 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി 5 രൂപ, 4-ാം തീയതി 7 രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ സേവിങ്. 5-ാം തീയതി അദ്ദേഹത്തിൻ്റെ സേവിങ് 9 രൂപയായിരിക്കും. 6-ാം തീയതി അദ്ദേഹത്തിൻ്റെ സേവിങ് എത്ര രൂപയായിരിക്കും? 11 രൂപയായിരിക്കും.
7-ാം തീയതി അദ്ദേഹത്തിൻ്റെ സേവിങ് 13 രൂപയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ 7 വരെ എന്നുള്ളത് കൂട്ടി നോക്കാം. 7 വരെയുള്ളത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഈ പറയുന്ന 64 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 1, 3, 4, 4, 5, 9, 9, 7, 16, 16, 9, 25, 25, 1, 26, 26, 3, 29. അപ്പം ഞാൻ 9 എഴുതുന്നു, 2 റിമൈൻ ചെയ്യുന്നു, 1, 1, 2, 49 രൂപ ആയിട്ടുള്ളൂ. അല്ല, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പക്ഷേ പെർഫെക്റ്റ് ക്യൂബ് അല്ല. 64 ഏറ്റവും ചെറിയ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. പിന്നെ 1 ഉണ്ട് കേട്ടോ, 1 ഉണ്ട്. 1ൻ്റെ സ്ക്വയറും 1ൻ്റെ ക്യൂബും ഉണ്ട്. അതും ഒരു പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും വരുന്ന നമ്പറാണ്. 1 ആൾസോ പെർഫെക്റ്റ് സ്ക്വയറും പെർഫെക്റ്റ് ക്യൂബും വരും. ഓക്കെ, നമുക്കിവിടെ ടോട്ടലല്ലേ ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ 1 പരിഗണിക്കാത്തത്. ദെൻ 7 ദിവസം ആകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത് ഏതല്ല? ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഇനി നമുക്ക് 8ാമത്തെ ദിവസം അദ്ദേഹം എത്ര സമ്പാദിക്കും? 7 ദിവസം 13 രൂപ വരെയായി. 8ാം ദിവസം അദ്ദേഹം 15 രൂപ കൂടി സമ്പാദിക്കും. അപ്പോൾ എത്രയായി? 49 + 15 എത്ര രൂപ കിട്ടും നിങ്ങളെ? 9, 5, 14, 4 റിമൈൻ ചെയ്തു, 4, 1, 5, 5, 1, 6, 64. അപ്പം 8ാമത്തെ ദിവസത്തിൻ്റെ ഈവനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടാകും? 64 രൂപ ടോട്ടൽ സേവിങ് ആയിട്ടുണ്ടാവും. അതായത് 64 ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്, പെർഫെക്റ്റ് ക്യൂബാണ്. സോ ഓപ്ഷൻ 8 ജാനുവരിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു 64 റുപ്പീസിന് സേവിങ് ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്, ഒരു പെർഫെക്റ്റ് ക്യൂബുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിൽ അടയ്ക്കാം. ചോദ്യം ഇതാണ് മക്കളെ. എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ ഫോളോഡ് ബൈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2. കൺസിഡർ ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ്. എ പേഴ്സൺ ബൈസ് 3 articles P, Q and R for 50 rupees. The price of the article Q is 16, which is the least. ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ മുന്നേ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. 3 ആർട്ടിക്കിൾസ് വാങ്ങുന്നുണ്ട്. ഏതൊക്കെയാ? P, Q, R. ഇതിൻ്റെ എല്ലാം ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്ടാ? 50 രൂപയാണ്. ക്യൂവിൻ്റെ വില ഒരു 16 രൂപയാണെന്ന് പറയുന്നത്. അതായത് P + 16 + R എന്ന് പറയുന്നത് എത്രയാണടാ? 15 ആണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അവർ പറയുന്നൊരു കണ്ടീഷനുണ്ട്. ക്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലീസ്റ്റ്. ക്യൂ എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ. അപ്പോൾ 16 പിൻ്റെ വിലയും P എന്ന് പറയുന്നതും R എന്ന് പറയുന്നതും എന്തായിരിക്കും? ആ 16നേക്കാൾ ഒരിക്കലും ചെറുതാവത്തില്ല, അതിനേക്കാൾ വലിയ വാല്യൂ ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം P + R എന്ന് പറയുന്നത് 15 - 16. ദാറ്റ് ഈസ് P + R = 15 - 16 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മക്കളെ? 34 ആണ് കിട്ടുക. ഓക്കെ, 34 ആണ് കിട്ടുക. ഇത്രയും നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കാം. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ P? പിയുടെ വാല്യൂ എത്രയാണ്? നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. അവരൊരു കണ്ടീഷനായിട്ട് പറയുന്നത് എങ്ങനെയാണ് മക്കളെ? എന്താണ്? ദ കോസ്റ്റ് ഓഫ് P ഈസ് നോട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് R. പിയുടെ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് P ഈസ് നോട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് R. അതായത് ആറിനേക്കാൾ വലുതാവരുത്. ഒന്നുകിൽ ആറിനേക്കാൾ ചെറുതാകാം, അല്ലെങ്കിൽ ആറിന് ഈക്വൽ ആകാം. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അവർ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ പിയുടെ വില ആറിൻ്റെ വാല്യൂവിനേക്കാൾ ചെറുതാകാം. ഓക്കെ, നമുക്കറിയാം P + R എത്ര കിട്ടണം മക്കളെ? 34 കിട്ടണം. ഈ പിൻ്റെയും ആറിൻ്റെയും വാല്യൂ എത്രയിനേക്കാൾ വലുതാകാനും പാടില്ല? 16നേക്കാൾ വലുതാകാനും പാടില്ല. അപ്പോൾ ഈ 34 വരുവാണെങ്കിൽ ഇപ്പോൾ പിയുടെ വില നിങ്ങൾക്ക് എത്ര എടുക്കാം? ഒരു 18 എടുക്കാം. 18 എടുത്തു കഴിഞ്ഞാൽ ഈ ആറിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണം? 15 ആയിരിക്കണം. പക്ഷെ അങ്ങനൊരു പോസിബിലിറ്റി ഇല്ല. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ വാല്യൂ? ക്യൂവിൻ്റെ വാല്യൂ ആണ് 16, അതിനേക്കാൾ ചെറുതില്ല. അപ്പോൾ 18ഉം 15ഉം ഒരിക്കലും പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് അവർ വലുതും ചെറുതും ആകാതിരിക്കണമെങ്കിൽ നമുക്ക് P 17 എടുക്കണം, R 17 എടുക്കണം. അതായത് ഇത് 16 ക്യൂവിൻ്റെ വാല്യൂയാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്. ക്ലിയർ അല്ലേ? സോ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വേണ്ടാതെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് R ഈസ് നോട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് P. ദ കോസ്റ്റ് ഓഫ് R ഈസ് നോട്ട് മോർ ദാൻ ദാറ്റ് ഓഫ് P. അതായത് എങ്ങനെയാണ്? പിയേക്കാൾ കൂടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R ലെസ് ദാൻ ഓർ ഈക്വൽ ടു P. ഓക്കെ, രണ്ടും അതാണ്. അതായത് ആറും പിയും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിഗണിച്ചാൽ ആറിനേക്കാൾ വലുതാകാൻ പാടില്ല P, പിയേക്കാൾ വലുതാകാൻ പാടില്ല R. അപ്പോൾ പക്ഷേ ഈക്വൽ ആവാം. അപ്പോൾ ഈ രണ്ട് വാല്യൂ പിയും ആറും എന്താണ്? ഈക്വൽ ആണെന്നാണ് നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ക്ലിയർ അല്ലേ? സോ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ
കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ UPSC ആൻസർ കൊടുത്തിരിക്കുന്നത് the question can be answered by using both the statement together but cannot be answered using either statement alone എന്നാണ്. പക്ഷേ നമ്മളത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ, ക്യൂവിൻ്റെ വാല്യൂ 16 ആണെന്ന് മനസ്സിലാക്കിയാൽ എന്താണ് ഉത്തരം? നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ലീസ്റ്റ് ക്യൂ 16 അപ്പോൾ പിന്നെ P-ൻ്റെ R-ൻ്റെ വില ഒരിക്കലും 16 താഴെ പോകത്തില്ല. അപ്പോൾ 17 വന്നാലേ പറ്റുള്ളൂ എന്നുള്ളതാണ് കൺസിഡറേഷൻ. നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ P-ൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ P-ൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുവാണെങ്കിൽ യഥാർത്ഥത്തിൽ 2 സ്റ്റേറ്റ്മെൻറ്റും പരിഗണിച്ചിട്ടാണെങ്കിൽ, അതായത് ഈ ലീസ്റ്റ് എന്നൊരു സംഭവം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റും വേണമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാതെ ആൻസർ കിട്ടും എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് 2 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഒരു കോൺട്രഡിക്ടറി ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ പരിഗണിച്ച് ഏതെങ്കിലും ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ UPSC ആൻസർ, ഒഫീഷ്യൽ ആൻസർ C തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് എടുക്കുന്നു. ഓക്കെ, സോ ക്ലിയർ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ് മക്കളെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. A+B മീൻസ് A-B. അതായത് പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട എന്താണ്? മൈനസ് ആണ്. A-B മീൻസ് A×B. അതായത് മൈനസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ A×B മീൻസ് ഡിവിഷൻ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ക്രോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം? ഡിവിഷൻ കൊടുക്കണം. അതുപോലെ A/B മീൻസ് A+B. എവിടെയെങ്കിലും ഡിവിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. ഞാൻ കോളത്തിനകത്തിട്ട് ടിക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഓപ്പറേഷൻ റീപ്ലേസ് ചെയ്താൽ എന്ത് ആൻസർ കിട്ടുമെന്നാണ്. നോക്കൂ മക്കളെ, 10 + 30 എന്നാണ്. പ്ലസ് ആണെങ്കിൽ മൈനസ് കൊടുക്കേണ്ട. 10 - 30. ഓക്കെ, 10 - 30. പ്ലസ് ഇടുന്നതുകൊണ്ട് ഞാൻ മൈനസ് കൊടുത്തു. അടുത്ത് മൈനസ് കൊടുക്കുന്നത്. മൈനസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ട. 30 × 100, റൈറ്റ്? ദെൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിവിഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ /50. അടുത്ത ഡിവിഷനാണ്. ഡിവിഷൻ ഉണ്ട്, നമ്മൾ അഡീഷനാണ് കൊടുക്കേണ്ടത്. +25. നമ്മൾ ഇനി ഇത് ബോർഡ് മാസ് വെച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. റീഅറേഞ്ച് ഇല്ല എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇതിൽ തന്നിരിക്കുന്ന കാൽക്കുലേഷനുകളിൽ ഡിവിഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റോ ഓഫോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം 100/50 എത്ര കിട്ടും മക്കളെ? 2 കിട്ടും. സോ 30 × 2 10 + 25. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 - 30 × 2 എത്ര കിട്ടും മക്കളെ? 60 + 25. ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? 60 - 60 ഉണ്ട് ഇവിടെ. -60 നമുക്ക് അവസാനം എഴുതാം. സോ ആഡ് ചെയ്യേണ്ട ആദ്യം ചെയ്യാം. 10 + 25 - 60. അപ്പോൾ എത്ര കിട്ടും? 10 + 25 എത്ര മക്കളെ? 35. 35 - 60. 35 - 60 എന്ന് പറയുമ്പോൾ -25 ആണ് കിട്ടുക. സോ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് 2024 നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2023 ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതുപോലെ നമുക്ക് ടോപ്പിക് വൈസ് നമ്മുടെ കോൺസെപ്റ്റുവൽ ക്ലാസ്സുകളും നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.